ഇന്നലെയായിരുന്നു മെയ് 21. മലയാളത്തിൻ്റെ മഹാനടൻ, മലയാളത്തിൻ്റെ എല്ലാമെല്ലാമായ മോഹൻലാലിൻ്റെ പിറന്നാൾ. കേരളക്കര ഒട്ടാകെ മോഹൻലാലിൻ്റെ പിറന്നാൾ ആഘോഷിച്ചു. അതേസമയം അദ്ദേഹത്തിന് സ്വന്തമായി ഇന്നലെ ഒരു പിറന്നാൾ ആഘോഷം ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചിട്ട് മാസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആഘോഷമൊന്നുമില്ല. എന്നാൽ എല്ലാ തവണയും അമ്മയുള്ളപ്പോൾ അമ്മയുടെ അരികിലെത്തി സദ്യ ഉണ്ടാക്കി കഴിക്കുന്നൊരു പതിവുണ്ട്. ഇന്നലെ ആ പതിവ് സുചിത്ര തെറ്റിച്ചില്ല. അമ്മയുടെ അരികിലെത്തി ഇരുവരും വിളക്ക് കത്തിച്ചു. അമ്മയുടെ അരികിൽ പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് സുചിത്ര വക സമ്മാനം എന്നത് അമ്മയുടെയും മോഹൻലാലിൻ്റെയും ഒരു മനോഹരമായ ചിത്രത്തിൻ്റെ ഫ്രെയിം തന്നെയായിരിക്കും. അമ്മയുണ്ടാക്കിയ പതിവുകളെല്ലാം, അല്ലെങ്കിൽ പിറന്നാൾ ദിവസം അമ്മയുടെ പതിവുകളെല്ലാം സുചിത്ര നടത്തിക്കൊടുത്തു. അതിലൂടെ തന്നെ പ്രേക്ഷകർ കൂടുതൽ പേര് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്നേഹം ഇന്നലത്തെ ദിവസം അദ്ദേഹം ഏറ്റവും കൂടുതൽ കാത്തിരുന്നതും മിസ് ചെയ്തതുമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും അത് അദ്ദേഹത്തിന് നൽകിയ സുചിത്രയ്ക്ക് ഒരുപാട് സന്തോഷമെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം എന്നത് നമ്മുടെ അമ്മയും അച്ഛനും മരിക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് കഴിയുമ്പോൾ നമുക്ക് ആരുമില്ല എന്നൊരു തോന്നൽ നമുക്ക് വരും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. അതുവരെയുള്ള ദുഃഖമൊന്നും തന്നെ ഒന്നുമല്ല എന്ന് തോന്നുന്ന നിമിഷം കൂടിയായിരിക്കും അത് എന്നുകൂടി നമ്മൾ കരുതണം. അതുവരെ നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ അച്ഛനോ അമ്മയോ നമുക്ക് വേണ്ടപ്പെട്ടവരോ മരിച്ചു കഴിഞ്ഞ് നമ്മൾ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഒന്ന് ഓടിപ്പോകാൻ, ഒന്ന് അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാൻ നമുക്ക് ആരുമില്ലാത്തതായി തോന്നും. അങ്ങനെയുള്ളത് ഈ ഭൂമിയിൽ നമുക്ക് നമ്മുടെ അമ്മ മാത്രമേ ഉള്ളൂ, നമുക്ക് നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതൊരു വല്ലാത്ത വേദനയാണ് എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അത് മോഹൻലാലും ആവർത്തിക്കുകയാണ്. മോഹൻലാലിന് എല്ലാമായിരുന്നു അമ്മ. കുറേയധികം വർഷങ്ങളായി തന്നെ മോഹൻലാലിന്റെ അമ്മ കിടപ്പിലായിരുന്നു. ആദ്യം അമ്മയും അച്ഛനും തിരുവനന്തപുരത്തെ വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. മോഹൻലാൽ എത്ര നിർബന്ധിച്ചാലും ഇവർ വരില്ലായിരുന്നു. അച്ഛന്റെ മരണത്തിന് ശേഷവും അമ്മ തിരുവനന്തപുരം വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അവിടുന്ന് മോഹൻലാൽ ഒരിക്കലും ആവശ്യപ്പെട്ടാലും അമ്മ വരില്ല. നീ എന്നെ എപ്പോഴും വന്ന് കാണണമെന്നൊന്നുമില്ല, നിനക്ക് പറ്റുമ്പോൾ വന്ന് കണ്ടാൽ മതി, എന്നാൽ ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും വരില്ല എന്ന വാശിയിലായിരുന്നു അമ്മ. പക്ഷേ അവസാന നാളുകളിൽ, അതായത് മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് അമ്മയ്ക്ക് വയ്യാതാവുകയും ആരുടെയും സഹായമില്ലാതെ ഒരു കാര്യം ചെയ്യാതാവുകയും ഒക്കെ ആയി. അങ്ങനെ മോഹൻലാൽ ഒരുപാട് നിർബന്ധിച്ച അമ്മയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി അവിടെ കളമശ്ശേരിയിലെ വീട്ടിൽ താമസിപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അമ്മ കൊച്ചിയിലേക്ക് എത്തിയത്. ആദ്യമൊക്കെ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. പിന്നീട് മകനും അത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ അമ്മ മകനോടൊപ്പം കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം എല്ലാ ഷെഡ്യൂൾ കഴിയുമ്പോഴും കൊച്ചിയിലെത്തുന്ന മോഹൻലാൽ കുളിച്ച് റെഡിയായി വൃത്തിയായി അമ്മയുടെ അരികിലെത്തും. അമ്മയുടെ ഒപ്പം ഇരിക്കും. അമ്മയുടെ കൈകളെടുത്ത് സ്വന്തം കയ്യിൽ വെച്ച് ആശ്വസിക്കും. എല്ലാ പിറന്നാളിനും അമ്മയുടെ അരികിലെത്താൻ ശ്രമിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു മോഹൻലാൽ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.